ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഐഷസ് ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തീ പോലും കത്തിക്കാതെ മോദകം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ്. ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ വാനില ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാനില കിട്ടുവാണെങ്കിൽ വാനില ഉപയോഗിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ആ ഒരു ക്രീമും ബിസ്ക്കറ്റും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു നൈഫ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഇതെല്ലാതും ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോദകം കേട്ടോ. ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കും പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആവും. എന്നിട്ട് ഈ ബിസ്ക്കറ്റ് മാത്രം നമുക്കൊരു മിക്സിയുടെ ജാറിലായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായിട്ട് നമുക്ക് കുറച്ച് പാലും അതുപോലെ പഞ്ചസാര പൊടിച്ചതും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു 2 ടീസ്പൂണൊക്കെ പഞ്ചസാര പൊടിച്ചതും അതുപോലെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാവുന്ന ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. പിന്നെ നമ്മുടെ ബാക്കി വന്ന ക്രീം ഉണ്ടല്ലോ, ആ ക്രീമിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചതും കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റങ്ങളൊക്കെ വരുത്തിക്കോളൂ കേട്ടോ. കാഷ്യൂനട്ട് വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഈ ഒരു മിക്സിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലത്തെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇല്ലാത്തേക്ക് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത ആ ഒരു ഓറിയോയുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിനകത്തേക്ക് കുറച്ചൊന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്ത് നടുക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ആ തേങ്ങ, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണല്ലോ, തേങ്ങയൊക്കെ വന്നുകൊണ്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഇതധികം വച്ചുകൊണ്ടിരിക്കാനുള്ള ഒന്നല്ല, അന്ന് തന്നെ കഴിക്കാനുള്ളതൊക്കെയാണെങ്കിൽ നമുക്ക് നോർമൽ തേങ്ങ ചിരകിയിട്ട് അത് ചേർത്താലും മതി കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ ഈ മോദകം തന്നെ പല ടൈപ്പിലുള്ള മോദകങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഷേപ്പ് ചെയ്ത് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എള്ളിന് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ വൈറ്റ് എള്ളുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് എള്ളും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയായിരിക്കില്ല. അത് തന്നെയല്ല, എള്ള് ശരീരത്തിനും നല്ലത് തന്നെയാണല്ലോ. അപ്പോൾ അതാ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോദകം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.